AC കനാലിലെ മൈക്രോപ്ലാസ്റ്റിക് മാലിന്യം നീക്കാൻ റോബോട്ടിക് ഫിഷുമായി കന്യാസ്ത്രീയായ അധ്യാപിക. പരിസ്ഥിതിയിലെ ആകമാനം ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണത്തിന് ഒരു പ്രതിവിധിയായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയയാണ്. അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ദേശീയ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒത്തിരിയേറെ സഹകരണത്തോടുകൂടി നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റാണത്. ഗവേഷണത്തിലൂടെ AC കനാലിൽ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അമിത സാന്നിധ്യം കണ്ടെത്തിയ ചങ്ങനാശ്ശേരി സെയിൻറ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ ബയോളജി അധ്യാപിക സിസ്റ്റർ ദീപ്തി മരിയാണ് പ്രതിവിധിയായി റോബോട്ടിക് ഫിഷിനെ അവതരിപ്പിച്ചത്. റോബോട്ടിക് ഫിഷ് എന്ന് പറയുന്നത് ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ പരിസ്ഥിതിയെ ഇന്ന് ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക്കും നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ എത്തുന്നുണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 2000-ന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും ഇതുപോലെയുള്ള ഒരു വലിച്ചെറിയൽ സംസ്കാരവും ഏറ്റവും തീവ്രമായിട്ട് കാണുന്നത്. ജലാശയത്തിലെ മത്സ്യം അതൊരു ഭക്ഷണ പദാർത്ഥമാണ് തെറ്റിദ്ധരിച്ച് അത് ആഹരിക്കുകയും പിന്നീട് വലിയ രുചിയോടുകൂടി നമ്മുടെ മേശയിൽ വിളമ്പുന്ന ആ ഭക്ഷ്യ വസ്തുവിനെ അല്ലെങ്കിൽ ആ മത്സ്യത്തെ നമ്മൾ ആഹരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും എത്തിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്ലാസൻ്റയിൽ, ബ്ലഡിൽ, കിഡ്നിയിൽ, ലങ്സിൽ, നമ്മുടെ ആന്തര അവയവങ്ങളിലൊക്കെയും പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണികകളാണ് മൈക്രോ പ്ലാസ്റ്റിക്സ്. വിദേശ രാജ്യങ്ങളിൽ റോബോട്ടിക് ഫിഷ് മാതൃക അവതരിപ്പിച്ചിട്ടുണ്ടെന്നും സിസ്റ്റർ ദീപ്തി മരിയ പറയുന്നു. ഈ റോബോട്ടിക് ഫിഷ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ബട്ട് ഇന്ത്യയിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഇന്ത്യയിലേക്കും ഇതിനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമുണ്ട്. ഈ റോബോട്ടിക് ഫിഷ് എന്ന എൻ്റെ ഐഡിയയിൽ വരുന്നത് അത് സെൻസർ വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക്സിനെ ഡിറ്റക്റ്റ് ചെയ്ത് ബയോഡീഗ്രഡേഷൻ നടത്തുകയാണ്. അതിന് തന്നെ പ്ലാസ്റ്റിക്സിനെ ഡിറ്റക്റ്റ് ചെയ്ത് വാട്ടറിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൽ ഫിൽട്രേഷൻ മെത്തേഡുണ്ട്. അപ്പം നമ്മൾ പല ലെയറുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് അതിനകത്ത് പല കേട്രിഡ്ജുകളിൽ എൻസൈംസും മറ്റ് ബാക്ടീരിയാസും ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ പ്രൊപ്പൽഷൻ മോഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബോയൻസിക്ക് അനുസരിച്ച് അതിനെ റെഗുലേറ്റ് ചെയ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയൊരു കണ്ടുപിടുത്തമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ എനിക്കിവിടെ റിവീൽ ചെയ്യാൻ സാധ്യമല്ല. അപ്പം അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനൊരു FCC സിസ്റ്ററാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഞങ്ങളുടെ പേട്രൺ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയാണ്. പരിസ്ഥിതിയുടെ മധ്യസ്ഥനാണ് ഫ്രാൻസിസ് അസിസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയ ചൈതന്യം ഉള്ളിൽ പേർന്നതുകൊണ്ട് തന്നെ പരിസ്ഥിതിയോടൊരു പ്രത്യേക ഒരു പരിഗണന, ഒരു സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വദേശം പാലായിലാണ്. എൻ്റെ മമ്മിയുടെ വീട് ഇവിടെ ആലപ്പുഴയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിൽ ഈ AC കനാലിൻ്റെ അടുത്തിൽ കൂടി യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. അന്ന് ഈ വെള്ളവും കായലും ഓളങ്ങളും ഒക്കെ കണ്ട് ഒത്തിരി സന്തോഷിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ അടുത്ത നാളിൽ എനിക്ക് ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പടിഞ്ഞാറുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് സ്ഥിരം യാത്ര ചെയ്തു പോകുമ്പോൾ, ബോട്ടിലുമൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം എൻ്റെ മനസ്സിന് ഒത്തിരിയേറെ വേദന ഉളവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിപത്ത് ഒരു സയൻസ് അധ്യാപിക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒന്ന് റിസർച്ച് ചെയ്യണമെന്നും അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണമെന്നൊക്കെയുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ എൻ്റെ സഭാധികാരികളുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ഈ ഒരു പഠനത്തിലേക്ക് കടന്നു വന്നത്. ഞാനിപ്പോൾ എൻ്റെ റിസർച്ച് ഓൺഗോയിങ് ആണ്. എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ നല്ല വായനയും പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ സിസ്റ്റർ ദീപ്തി മരിയയിലുണ്ട്. സെയിൻറ് ആൻസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. കേരള സംസ്ഥാന ശാസ്ത്രമേളയിൽ റിസർച്ച് പ്രൊജക്റ്റിൽ 3ാം സ്ഥാനവും ജില്ലയിൽ 1ാം സ്ഥാനവും ഗവേഷണ റിപ്പോർട്ടിന് ലഭിച്ചു. ACC ERT തെലങ്കാനയുടെയും ബംഗളൂരു വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ പ്രത്യേക ജൂറി അവാർഡും ലഭിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പ്രോജക്റ്റ് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചതിലും ഈ ഒരു പരിസ്ഥിതിയെ രൂക്ഷമായി ബാധിക്കുന്ന ഈ ഒരു പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട്. ഇനി ഒരു കാര്യത്തിലേക്ക് എന്നെ എത്തിച്ചു കൊണ്ടുവന്ന എൻ്റെ സർവശക്തനായ ദൈവത്തോടും എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും എൻ്റെ സഭാധികാരികളോടും എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ വിദ്യാർത്ഥികളോടും ഒക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്.